ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 5, ശ്ലോക 4. മായാസന്നിഹിതഃ അപ്രവിഷ്ടവപുഷാ സാക്ഷി ഇതി ഗീതഃ ഭവാൻ ഭേദൈഃ താം പ്രതിബിംബതഃ വിവശിവാൻ ജീവഃ അപി ന ഏവ അപരഃ കാലാദിപ്രതിബോധിത അധ ഭവതാ സഞ്ജോതിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വം അസൃജത്. മായ മായാദേവിയാൽ സന്നിഹിതം ചെയ്തവർ, അപ്രവിഷ്ട പ്രവേശിക്കാത്ത മുനിമാർ, വപുഷ സ്വരൂപത്തോടു കൂടി, സാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതി ഇങ്ങനെ, ഗീത പുകഴ്ത്തുന്നു, ഭവാൻ ഭഗവാനെ, ഭേദൈഹി വ്യത്യാസപ്പെട്ടത്, താം ആ മായയിൽ, പ്രതിബിംബ യഥാർത്ഥമല്ലാത്തത്, തഹ ഉപാധി വിവിശവാൻ പ്രവേശിച്ച്, ജീവഹ ജീവചൈതന്യം, അപി ഭഗവാൻ ന അല്ലാത്തത്, ഏവ എല്ലാരുടെയും, അപരൻ അന്യൻ, കാലാദി കാലം, അദൃഷ്ടം സ്വഭാവം, പ്രതിബോധിത ഉണർത്തപ്പെട്ട, അധ അനന്തരം, ഭവത ഭഗവാൻ, സഞ്ജോതിത പ്രേരിപ്പിക്കുക, ച ചേർന്നത്, സ്വയം സ്വന്തമായിട്ട്, മായ മായാദേവി, സ താനെ, ഖലു അങ്ങനെ, ബുദ്ധിതത്വം ബുദ്ധിയാകുന്ന തത്വം, അസൃജിത് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്, യഹ ബുദ്ധിതത്വത്തെ, അസൗ അങ്ങനെ, മഹാൻ മഹത്തത്വം, ഉച്യതേ പറയുന്നു. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷോ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബിതോ വിവശിവാൻ ജീവോऽപി നൈവാപരഃ കാലാദിപ്രതിബോധിതാദഭവതാ സഞ്ജോതിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോऽസൗ മഹാന്യുച്യതേ. ഇവിടെ ഭഗവാന്റെ ആ ഒരു വൈകുണ്ഠത്തിൽ മായാദേവിക്ക് പ്രവേശനം ഇല്ല. അപ്പോൾ ആ മായാദേവി ആ ഒരു പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്നവരുടെ മനസ്സിൽ കുടികൊള്ളുന്നു. അങ്ങനെ മായയിൽ പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത ഭഗവാന്റെ ആ സ്വരൂപത്തോടു കൂടിയ ആ ഒരു ഭഗവാന്റെ അനുഭവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, അതായത് മഹാമുനിമാർ, ഭഗവാനെ പുകഴ്ത്തുന്നു. എന്തെന്നാൽ ഭഗവാൻ മായയിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഉപാധിയാണ്. മായ യഥാർത്ഥമല്ലാത്തതാണ്. അങ്ങനെ ഭഗവാന്റെ ജീവചൈതന്യം അങ്ങനെ ഭക്തന്മാർക്ക് ലഭിക്കുന്നു. ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തെ അറിഞ്ഞവർ കാലം, അദൃഷ്ടം, സ്വഭാവം എന്നീ ഗുണങ്ങളാൽ ഉണർത്തപ്പെട്ട് അനന്തരം ഭഗവാനിൽ പ്രേരിതരാകുന്നു. അങ്ങനെ സ്വന്തമായിട്ട് മായാദേവിയിൽ നിന്നും അവർ വേർപിരിയുന്നു. അതിനുശേഷം അവർക്ക് ബുദ്ധിതത്വവും അങ്ങനെ മഹത്തത്വവും ലഭിക്കുന്നു. ഇതാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.